ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലേക്ക്. ജോസ് കെ മാണിയുമായി ധാരണ. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി മുൻ നേതാവും മുൻ MLA-യുമായിരുന്ന ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് എമ്മിലേക്ക് തിരിച്ചുവരുന്നു. ഈ വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗമാകും. ഇത് സംബന്ധിച്ച് ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുമായി ധാരണയിലെത്തിയതായാണ് വിവരം. നേരത്തെ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന കർഷക മുന്നണിയുടെ ഭാഗമായി ജോണി നെല്ലൂർ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് എമ്മിലേക്ക് തിരിച്ചെത്തുന്നതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും. കേരള കോൺഗ്രസ് എമ്മിലൂടെയാണ് ജോണി നെല്ലൂർ നിയമസഭാ സാമാജികനാകുന്നത്. കേരള കോൺഗ്രസിൻ്റെ മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് TM ജേക്കബ് കേരള കോൺഗ്രസ് വിട്ട് സ്വന്തം പാർട്ടി രൂപീകരിച്ചപ്പോൾ 1996, 2001 കാലങ്ങളിൽ MLA-യും ചെയർമാനുമായി ജോണി നെല്ലൂർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഔഷധിയുടെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ചേർന്നെങ്കിലും അവിടെ നിന്നും വിട്ട് നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന പാർട്ടി രൂപീകരിക്കുകയായിരുന്നു. 30 വർഷം നീണ്ട UDF ബന്ധം ഉപേക്ഷിച്ചായിരുന്നു ജോണി നെല്ലൂർ NPP രൂപീകരിച്ചത്. ക്രൈസ്തവരുടെ വക്താക്കൾ എന്ന നിലയിലായിരുന്നു പാർട്ടി പ്രഖ്യാപനം. ഈ സമയത്ത് തന്നെയായിരുന്നു BJP ക്രൈസ്തവ സഭകളുമായി അടുക്കാനുള്ള നീക്കം നടത്തിയത്. ഇതോടെ BJPയുടെ ഭാഗമാകാനാണ് NPP രൂപീകരിച്ചത് എന്ന വിമർശനവും ഉയർന്നു. അതിന് പിന്നാലെ അദ്ദേഹം പാർട്ടി വിടുകയും ചെയ്തു. പിന്നാലെ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതായി വ്യക്തമാക്കി. എന്നാൽ 1 മാസം മുമ്പ് രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരാൻ അദ്ദേഹം താൽപ്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു. 54 വർഷമായി സജീവ രാഷ്ട്രീയത്തിലുള്ള വ്യക്തി എന്ന നിലയിൽ പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയതിനാലാണ് തിരികെ വരുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ചെറുപ്പം മുതൽ കേരള കോൺഗ്രസിലാണ് പ്രവർത്തിക്കുന്നതെന്നും കേരള കോൺഗ്രസ് വിട്ട് മറ്റൊരു പാർട്ടിയുമായി പ്രവർത്തിക്കാൻ താൽപ്പര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.